എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 2026 കീം അലോട്ട്മെന്റ് സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെയുള്ള കീം സംബന്ധമായ കൂടുതൽ കാര്യങ്ങൾ കൃത്യമായി നിങ്ങളിലേക്ക് എത്തുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കീമിന്റെ അലോട്ട്മെന്റ് സംബന്ധിച്ച് നിരവധി അധികം സംശയങ്ങളാണ് കഴിഞ്ഞ വീഡിയോകളുടെ കമന്റ് ബോക്സിൽ നിരന്തരമായി കുട്ടികൾ ചോദിക്കുന്നത്. പ്രധാനമായും കീമിന്റെ അലോട്ട്മെന്റ് പ്രോസസ്സ് സംബന്ധിച്ചാണ്. നിലവിൽ ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന തീയതി ജൂലൈ 6 വൈകിട്ട് 4 മണി വരെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അവസാന ദിവസത്തേക്ക് കാത്തു നിൽക്കാതെ ഇപ്പോൾ തന്നെ ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്ത് തീർക്കുവാൻ ശ്രദ്ധിക്കുക. അവസാന ദിവസമൊക്കെ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാവാൻ നല്ല സാധ്യതയുണ്ട്. അപ്പോൾ ഓപ്ഷൻസ് എല്ലാം കൊടുത്ത കുട്ടികളാണെങ്കിൽ ഇനി മുൻപിലുള്ളത് ട്രയൽ അലോട്ട്മെന്റ് ആണ്. അത് ജൂലൈ 5 വൈകിട്ടോടെ പ്രസിദ്ധീകരിക്കാനാണ് സാധ്യത. എന്നാൽ വിദ്യാർത്ഥികൾ പ്രത്യേകം മനസ്സിലാക്കുക, ട്രയൽ അലോട്ട്മെന്റ് ജസ്റ്റ് ഒരു ഉദാഹരണം മാത്രമായിരിക്കും. നിങ്ങൾക്ക് നിങ്ങൾ കൊടുത്ത കോളേജുകളിൽ കിട്ടുവാൻ സാധ്യതയുണ്ടെന്ന് അറിയുവാൻ സാധിക്കും. അതിനുശേഷം ഒരു ദിവസം കൂടി ഓപ്ഷൻസ് കൊടുക്കുവാൻ ഉള്ളത് കൊണ്ട് തന്നെ ട്രയൽ അലോട്ട്മെന്റിൽ കിട്ടിയ റിസൾട്ട് യഥാർത്ഥ അലോട്ട്മെന്റിലേക്ക് വരുമ്പോൾ മാറുവാൻ നല്ല സാധ്യതയുണ്ട്. അലോട്ട്മെന്റ് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുന്നതിന് മുൻപ് നിങ്ങളുടെ ഇപ്പോഴത്തെ റാങ്കും റിസർവേഷനും വച്ച് ഏതൊക്കെ നല്ല കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കുവാൻ സാധ്യതയുണ്ടെന്ന് അറിയുവാൻ കോളേജ് ദോസ്ത് എന്നൊരു പ്ലാറ്റ്ഫോം ഇപ്പോൾ അവസരം നൽകുന്നുണ്ട്. പ്ലാറ്റ്ഫോമിന്റെ ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. പരമാവധി എല്ലാ കുട്ടികളും യൂസ് ചെയ്യുവാൻ ശ്രദ്ധിക്കുക. അപ്പോൾ കീമിന്റെ അലോട്ട്മെന്റ് സംബന്ധിച്ച് ട്രയൽ അലോട്ട്മെന്റിന് ശേഷം പ്രധാനപ്പെട്ട സ്റ്റേജ് ആണ് ഫസ്റ്റ് അലോട്ട്മെന്റ്. ഈ ഒരു സ്റ്റേജിലാണ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒക്കെ കോളേജുകളിൽ സീറ്റുകൾ കിട്ടിയോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കിട്ടിയാൽ തന്നെ ആ കോളേജിൽ മുഴുവൻ ഫീസ് അടച്ച് ചേരേണ്ടതായിരിക്കും. അത് നിർബന്ധമാണ്. അങ്ങനെ ചേർന്നാൽ മാത്രമേ മുന്നോട്ടുള്ള അലോട്ട്മെന്റ് പ്രോസസ്സുകളിൽ നിങ്ങൾക്ക് പങ്കെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ഫസ്റ്റ് അലോട്ട്മെന്റിന് ശേഷം ഓപ്ഷൻസ് എല്ലാം റീഅറേഞ്ച് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ക്യാൻസൽ ചെയ്യാനും കീം അവസരം നൽകുന്നതായിരിക്കും. ഇത് സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ വരുന്ന വീഡിയോകളിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇതുപോലെയുള്ള കീം സംബന്ധമായ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കുക. ഒപ്പം കോളേജ് ദോസ്ത് എന്ന പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുവാനും ശ്രദ്ധിക്കുക.